പുസ്തകം 6 നമുക്ക് ഇങ്ങനെ കാണാം. യെശയ്യാവ് ഒരു സ്വർഗീയ ദർശനം കാണുകയാണ്. അവിടെ ഇങ്ങനെ വായിക്കാം, ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുകയും കൊണ്ട് നിറഞ്ഞു. ആ സ്വർഗീയ മഹത്വം കണ്ടപ്പോൾ ഹാലേലൂയ, ദൈവം മഹാപരിശുദ്ധൻ എന്ന് അറിഞ്ഞപ്പോൾ ഹാലേലൂയ, യെശയ്യാവിന്റെ ഒരു നിലവിളി ഇവിടെ കാണാം. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാതെ അതരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാതെ അതരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഹാലേലൂയ, ഹാലേലൂയ. ദൈവത്തിന്റെ വിശുദ്ധി അറിഞ്ഞപ്പോൾ, ആ മഹത്വം കണ്ടപ്പോൾ ഹാലേലൂയ, താൻ എത്രമാത്രം അശുദ്ധിയുള്ള നാമുള്ള വ്യക്തി, അധരങ്ങളുള്ള വ്യക്തിയാണെന്ന് യെശയ്യാവ് മനസ്സിലാക്കി. ഹാലേലൂയ. നമുക്ക് പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഒരു ദൂതൻ ഹാലേലൂയ കടലും കൊണ്ട് യെശയ്യാവിന്റെ അധരങ്ങളെ തുടർന്നതും ശുദ്ധി വരുത്തുന്നതും. ഇന്നും സഹോദരങ്ങളെ, നമ്മളും നമ്മുടെ നാവും കൊണ്ട്, നമ്മുടെ അധരം കൊണ്ടും എത്രമാത്രം പാവങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ പാവത്തിനെ തന്നെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്, കള്ളത്തരം പറയുന്നുണ്ട്. ഹാലേലൂയ. ബാക്കിയുള്ളവരെ സന്തോഷിപ്പാൻ അവരെ പറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. നമ്മുടെ സഹോദരന്മാരെ വിധിക്കുന്നുണ്ട്. അങ്ങനെ എത്ര പാവങ്ങളാണ് ഈ അധരം കൊണ്ടും ഈ നാവും കൊണ്ടും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ഹാലേലൂയ നാവിനെ കർത്താവിന് സമർപ്പിച്ച്, അധരങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വചനം ഹാലേലൂയ പറയുന്നുണ്ട്, എഫെസ്യർ 5:4 ചീത്തതരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ച അല്ലാത്തത് ഒന്നും അരുത്, സ്തോത്രമത്രേ വേണ്ടിയത്. ഹാലേലൂയ. വീണ്ടും സദൃശ്യവാക്യങ്ങളുടെ 6:17 പറയുന്നു, വക്രതയോട് സംസാരിക്കുന്നവരെ യഹോവ വെറുക്കുന്നു. ഹാലേലൂയ. വീണ്ടും യാക്കോബിന്റെ 4:11 കാണാം, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവർ ന്യായപ്രമാണത്തെ വിധിക്കുകയും ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ചെയ്യുന്നു. ഹാലേലൂയ. അപ്പോൾ എങ്ങനായിരിക്കണം നമ്മുടെ സംസാരം? കൊലോസ്യർ 4:6 പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുകയുമാകട്ടെ. ഹാലേലൂയ. ഹാലേലൂയ. വീണ്ടും ഹാലേലൂയ സദൃശ്യവാക്യങ്ങളുടെ 12:18 വായിക്കാം, ജ്ഞാനികളുടെ നാവോ ഹാലേലൂയ ഹാലേലൂയ, അത് ബാക്കിയുള്ളവർക്ക് സൗഖ്യം വരുത്തുന്നു, അവർ ഹൃദയത്തിനെ സന്തോഷിപ്പിക്കുന്നു. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കുന്നു. ഹാലേലൂയ. ഹാലേലൂയ. ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. ഹാലേലൂയ. നമ്മുടെ നാവും കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ, നമ്മുടെ അധരം കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഹാലേലൂയ നമുക്കൊന്ന് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം.